നേപ്പാളിൽ കത്തിപ്പടരുന്ന കാട്ടുതീക്ക് കാരണം ഒരു സ്കൂളിലെ ഹെഡ് ബോയുടെ വാക്കുകളാണ്. ഒരു തീ കാട്ടുതീയായി മാറിയ ആ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ തൊഴിലില്ലായ്മയുടെ ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ അവസരങ്ങളുടെ കലവറയായി മാറുന്നത് നാം കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന അഴിമതിയുടെ വല നെയ്തെടുത്തത് അവർ തന്നെയാണ്. യുവാക്കളെ, ഉയർത്തെഴുന്നേൽക്കൂ. നാം മാറ്റത്തിന്റെ ദീപവാഹകരാണ്. നമ്മൾ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ പിന്നെ ആരാണ് ശബ്ദം ഉയർത്തുക? നമ്മളാണ് ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന അഗ്നി. നാം അനീതിയെ തുടച്ചു മാറ്റുകയും സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യുന്ന കൊടുങ്കാറ്റാണ്. കിങ് ബീരേന്ദ്ര ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിച്ചാലും എൻ്റെ രാജ്യം ജീവിക്കണം. എല്ലാ യുവാക്കളും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ചരിത്രത്തിൻ്റെ മാറ്റത്തിൽ ഒരു സ്മാരകം കൊത്തിവെക്കുക. കറപ്ഷനിൽ മുങ്ങിക്കുളിക്കുന്ന പൊളിറ്റിക്സും തൊഴിലില്ലായ്മയും ആ നാടിൻ്റെ ക്ഷമയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ നിരോധനം വന്നത്. അതൊരു കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. ഏതൊരു നാടിൻ്റെയും ദ മോസ്റ്റ് സുപ്രീം പവർ എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഓർത്തിരുന്നാൽ നന്ന്.